ഡോക്ടർ ശശി തരൂരിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ തരൂരിനെ തൊടത്തില്ല അല്ലേ? ശശി തരൂരിനെ കോൺഗ്രസ് ഭയക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എൻ്റെ കാരണം വെച്ചാല് കോൺഗ്രസിനെ നയിക്കുന്ന ആരാണ്? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു? പിന്നെ UN അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ശശി തരൂർ എവിടെ നിൽക്കുന്നു? ലോക രാഷ്ട്രീയത്തെക്കുറിച്ച്, ലോക രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് തരൂരിനെ അറിയാവുന്നതിൻ്റെ 1 കോടിയിലൊരു അംശമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് അറിയാൻ കഴിയുമോ, പഠിക്കുമോ? അതിനുള്ള ബുദ്ധിവികാസം അദ്ദേഹത്തിനുണ്ടോ? നമ്മൾ നോക്കുമ്പോഴേ ശശി തരൂരിനെ രാഹുൽ ഗാന്ധി ഭയക്കുന്നത് സ്വാഭാവികമാണ്. കരുത്തനെ ഭയക്കുമല്ലോ, അത് സ്വാഭാവികമല്ലേ? അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇപ്പൊ വേറൊരാളായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ നടപടിയെടുക്കത്തില്ലായിരുന്നു. കോൺഗ്രസിന് നടപടിയെടുക്കാൻ പോലും കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ കരുതാൻ പറ്റില്ല. കാരണം വെച്ചാൽ കോൺഗ്രസിന് നടപടിയെടുക്കണമെങ്കിൽ മിനിമം ആരോഗ്യം വേണമല്ലോ, അതില്ലല്ലോ കോൺഗ്രസിന്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിന് കൊണ്ടുപോകാൻ അനുഗുണമായ ആളുകളെ കോൺഗ്രസ്കാരൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഖാർഗെയെ കൊണ്ട് AICC പ്രസിഡന്റാക്കി. 85-90 വയസ്സുണ്ട് ഖാർഗെയ്ക്ക്. ഈ മനുഷ്യന് കോൺഗ്രസിനെ എങ്ങനെ വളർത്തിയെടുക്കുമെന്നാണ് ഈ നെഹ്റു ഫാമിലി ധരിച്ചു വെച്ചിരുന്നത്. കാരണം അത് ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടെ ഒരു വേദിയിൽ വന്നാൽ രാഹുൽ ഗാന്ധി മികച്ച ആളായിട്ട് നമുക്ക് തോന്നത്തില്ലേ? ഈ പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിൻപുറത്താകും മൃഗാതിരാജൻ എന്നൊക്കെ പറയുന്ന പോലെ തട്ടിൻപുറത്ത് മൃഗരാജാവ് എലിയ. കാരണം കാര്യമൊന്നും ഇല്ലല്ലോ. പൊട്ടക്കുളത്തിലാണെങ്കിൽ വേറെ ഒന്നുമില്ല, പുളവനാണ് ഏറ്റവും വലിയ സംഭവം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധിക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന നേതാക്കന്മാരെ വേണം. അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന നേതാക്കന്മാരായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആണ് ഞാൻ ഈ പറഞ്ഞത്, ഖാർഗെ സൈസ് ആളുകളെ കിട്ടുമെങ്കിൽ അവരെയാണ് നല്ലത്. അത് അവരുടെ കൂടെ അവരെ പ്രൊജക്റ്റ് ചെയ്യാനായിരിക്കും എപ്പോഴും ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെ ശരിക്കും കോൺഗ്രസ്സുകാർ ഭയക്കുന്നത് മറ്റൊന്നുമല്ല, ശശി തരൂരിൻ്റെ വ്യക്തിത്വത്തിനെയാണ് അവർ ഭയക്കുന്നത്. കാരണം വ്യക്തിത്വമുള്ള വേറെ ആളെ ഇന്നത്തില്ലല്ലോ. ജയറാം രമേശിന് എന്തോ വ്യക്തിത്വം, KC വേണുഗോപാലിൻ്റെ വ്യക്തിത്വം അതായത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവ്. അതാണ് ശശി തരൂരിൻ്റെ വേറിട്ട ശബ്ദമാണ്. അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് മിഡിൽ ക്ലാസ് എങ്കിലും ഒരു മിഡിൽ ക്ലാസ് വോട്ടർമാര് വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശശി തരൂർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ശശി തരൂരിനെ കോൺഗ്രസിന് ഭയമായിരിക്കും തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഖാർഗെ മത്സരിക്കുമ്പോൾ തരൂര് എതിര് നിന്നു. നമുക്കറിയാം വളരെ കൂടുതൽ വോട്ട് അദ്ദേഹം നേടിയെന്നുള്ളതാണ്. അന്ന് മുതൽ ഈ തരൂരിനെ കോൺഗ്രസ് പാർട്ടിയും വേട്ടയാടുന്നുണ്ടായിരുന്നു. ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി പക്ഷേ അങ്ങ് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. K. കരുണാകരൻ ഡിക്കൊക്കെ പിരിച്ചുവിട്ട് കോൺഗ്രസിലോട്ട് ചേരാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം കോൺഗ്രസിൽ ചേരാൻ പോയി. അവസാനം ഡൽഹിയിലെ സോണിയാഗാന്ധിയെ കാണാനായിട്ട് പോയി. സോണിയാഗാന്ധി താമസിക്കുന്ന നമ്പർ 10 സഫ്ദർജംഗിൻ്റെ മുന്നിൽ മഞ്ഞ് സമയത്ത് ഒരു കരിപ്പടവും പുതച്ചുകൊണ്ട് കസലിലിരിക്കുന്ന കരുണാകരൻ്റെ ചിത്രം അടിച്ചു വന്ന് അങ്ങ് ഓർക്കുന്നു. അതെ, 2-3 ദിവസം അവിടെ പോയി നിന്നു. സോണിയാഗാന്ധി കാണാൻ കൂട്ടാക്കിയില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും സീനിയർ നേതാക്കന്മാരുടെ ഒരാളായിരുന്നു K. കരുണാകരൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാകണം തീരുമാനിക്കുന്നതിൽ വലിയ പങ്കുണ്ടായിരുന്ന ആളാണ്. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു കരുണാകരൻ. രാജീവ് ഗാന്ധിയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ് കരുണാകരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പേരെടുത്ത ആളാണ്. അപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരിലെ ഒരാളാണ് കരുണാകരൻ. ആ കരുണാകരനെ കാണാൻ സോണിയാഗാന്ധി സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സോണിയാഗാന്ധിയുടെ ധാർഷ്ട്യം, വൈരാഗ്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നെഹ്റു കുടുംബത്തിലെ ഈ സോണിയാഗാന്ധിയുടെ നേച്ചർ, അതാണ് അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യം ഈ പറയുന്നത്. അല്ലാതെ 10, 75, 80 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരാളെ കാണാനായിട്ട് വന്ന് അവർ താമസിക്കുന്ന വസതിയുടെ മുന്നിൽ പോയി കാത്തിരിക്കേണ്ട ഗതികേട് വന്നപ്പോഴെന്താ സംഭവിച്ചത്? കരുണാകരനെ ഇന്ന് എത്ര പേര് ഓർക്കുന്നുണ്ട് ഒരു നേതാവ് എന്നുള്ള നിലയിൽ? കരുണാകരൻ അപ്രസക്തനായി പോയി. അതെ. അതേസമയം ശരത് പവാറും സോണിയാഗാന്ധി വെല്ലുവിളിച്ച ആളാണ് ശരത് പവാർ. ഇന്നും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്നില്ലേ? സാങ്മെ ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ച ആളാണ്. സാങ്മെ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കോൺഗ്രസ്സുകാർക്ക്, അതായത് പ്രത്യേകിച്ച് ഈ സോണിയ ഫാമിലിക്ക്
ഇച്ഛാശക്തി, പൗരുഷം, അന്തസ്, ആത്മാഭിമാനം, ഇതൊക്കെയുള്ള ഒരു നേതാവിനെ അവർ താങ്ങത്തില്ല. അങ്ങനെയുള്ള ഒരു നേതാവിനെ അങ്ങ് ഓർത്തൊന്ന് പറയാമോ? കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയുന്ന ഒരു നേതാവിനെ പറഞ്ഞിട്ട് നെഹ്റു, സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പറയുന്നത് വ്യത്യസ്തമായി, ജനാധിപത്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം വരില്ലേ? ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെ പിന്നെ എത്രയോ നേതാക്കന്മാരെ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായത്തിന് എതിരായിട്ട് നിന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെയല്ലേ സിൻഡിക്കേറ്റും പിന്നെ ഇന്ദിരയും ഒക്കെ ആയിട്ട് പിണങ്ങേണ്ടി വന്നത്. അപ്പൊ അഭിപ്രായം വളരെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു പിന്നെ നേതൃനിര എവിടെ ഇരിക്കുന്നു? അടിയന്തരാവസ്ഥ സമയത്ത് പിന്നെ നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് മറ്റേ റേ, അദ്ദേഹം പിന്നെ സിദ്ധാർത്ഥ ശങ്കർ റേ, അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ലേ? അപ്പൊ കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ള ആളുകളില്ല. വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകളെ ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ കാര്യസ്ഥന്മാരായിട്ട് വേണ്ട. ശശി തരൂർ വ്യത്യസ്തനാണ്, അദ്ദേഹം വ്യത്യസ്ത അഭിപ്രായം പറയുന്നുണ്ട്. ഈ തരൂര് 2009 നമ്മുടെ കേരള രാഷ്ട്രീയത്തിനകത്ത് വരുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. ഈ 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് ഞാൻ അവസാനമായിട്ട് മത്സരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തില് ഇദ്ദേഹം മത്സരിച്ച ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം തരൂര് കാണുന്നുണ്ടോ എന്ന് സംശയം. തരൂര് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സിലെ തരൂരിന് ഭാവിയില്ല എന്നുള്ളതല്ല, കോൺഗ്രസിന് ഭാവിയില്ല എന്നുള്ളതാണ്. തരൂരിന്റെ ഭാവി അവിടെ നിൽക്കട്ടെ, കോൺഗ്രസിന് ഭാവിയില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിലാണ് നിൽക്കുന്നത്. അല്പബുദ്ധികളായ കുറെ ആളുകളാണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ശശി തരൂരിന് നേരിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അദ്ദേഹം സുരക്ഷിതമായ ഒരു താവളം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന നിലപാടുകളാണോ ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം ഇടതുപക്ഷ ഗവൺമെന്റിനെ പിന്താങ്ങുന്നു, മറുഭാഗത്ത് അദ്ദേഹം പിന്നെ നരേന്ദ്രമോദിയും BJPയെയും ശ്ലാഘിക്കുന്നു. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ശശി തരൂരിന് അഭിപ്രായമുള്ള ഒരു നേതാവാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം, വിയോജിക്കാം. മറ്റേ കുറേ ആത്മാക്കൾ അതിനകത്തുണ്ട്, അവർക്ക് യാതൊരു അഭിപ്രായവും ഒന്നിനെക്കുറിച്ചുമില്ല. അവർ സോണിയാജി വന്ന് രക്ഷിച്ചു, ഇനി രാഹുൽജി വന്ന് കുറെ രക്ഷിച്ചു പോകും. രാഹുൽജിയുടെ കാലം തന്നെ ആ കാലത്ത് പിൻഗാമിയായിട്ട് പ്രിയങ്കാജി വന്നിട്ടുണ്ട്. പിന്നെ പ്രിയങ്കാജിയുടെ കാലം കഴിഞ്ഞാൽ സങ്കടപ്പെടേണ്ട റൈഹാൻജി ഉണ്ട്, പ്രിയങ്കയുടെ മോനുണ്ട്. ഇതൊന്നും അല്ലെങ്കിലും നമ്മുടെ ബ്ലിറ്റ്സ്, ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്. അവരെഴുതി കരീബിയയിലെ ഒരു വെറോണിക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയിലെ രാഹുൽ ഗാന്ധിക്ക് 2 മക്കളുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അത് നിഷേധിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു മാനനഷ്ട കേസ് പോലും കൊടുത്തായിട്ട് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇറ്റലിയിൽ നിന്ന് സോണിയാഗാന്ധിക്ക് വരാമെങ്കിൽ കരീബിയയിൽ നിന്ന് വെറോണിക്കാജിക്ക് വന്നുള്ള കുഴപ്പം എന്താണ്? ഒരു കുഴപ്പമില്ല. വെറോണിക്കാജി വന്നാൽ അവർ ആത്മത്യാഗം ചെയ്ത് വെറോണിക്കാജിയുടെ കൂടെ നിൽക്കും, അതിന് സംശയിക്കുകയും വേണ്ടതല്ല. കാരണം അങ്ങനെ ഒരു പാർട്ടിയായിപ്പോയി കോൺഗ്രസ്. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഇച്ഛാശക്തിയോ ആത്മാഭിമാനമോ രാഷ്ട്രീയ ബോധമോ ഇല്ലാത്ത ഒരു പറ്റം കാര്യസ്ഥന്മാരെ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് അധപ്പതിച്ചു. ഇതിനൊക്കെ പറ്റി ആളുകൾ കോൺഗ്രസിലുണ്ടായിരുന്നു, നല്ല നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടായിരുന്ന പാർട്ടിയാണ്. അതിനെ തകർത്ത് തരിപ്പണമാക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിലാണ് വ്യത്യസ്തമായ ഒരു നിലപാടുമായി തരൂർ വന്നിരിക്കുന്നത്. എനിക്ക് തരൂർ ഒരു ചെറിയ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ മതി, BJP തട്ടിക്കൊണ്ടുപോകും. അല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം തരൂര് 2019 തന്നെ തരൂര് BJPയിൽ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ BJP അന്ന് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി, ഞാൻ മനസ്സിലാക്കുന്ന നരേന്ദ്രമോദിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ സഹമന്ത്രി സ്ഥാനത്തേക്കെങ്കിലും ശശി തരൂരിനെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ആളാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ നമ്മുടെ ഡൽഹിയിലെ ഉപശാലകളിൽ പറയുന്ന ചില വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ട്. അത് പക്ഷേ BJPയിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒക്കെ ശക്തമായി എതിര് വന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയാതെ പോയെന്ന് കേട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു വാഗ്ദാനം കിട്ടിയെങ്കിൽ മാത്രമേ തരൂർ ഇവിടുന്ന് ചലിക്കുകയുള്ളൂ. അല്ല, ശശി തരൂരിനേക്കാൾ എത്രയോ നല്ല വിദേശകാര്യമന്ത്രിയാണ് നമ്മളിപ്പോ ഇരിക്കുന്നത് ജയശങ്കറിനെ മാറ്റിയിട്ട് ശശി തരൂരിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ജയശങ്കറിന്റെ ഒരു എക്സ്പോഷർ ഇല്ല. അതുകൊണ്ട് വിലപേശാനും രാജ്യത്തിന്റെ പിന്നെ നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിക്കാനും ഒക്കെ ജയശങ്കർ നല്ല വിദേശകാര്യമന്ത്രിയാണ്. ശശി തരൂർ നല്ലതാണോ ഇല്ലെന്ന് അത് ആയിക്കഴിഞ്ഞല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ശരി, ശശി തരൂർ ഒരു വിദേശകാര്യ ആ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്നോ അല്ലെങ്കിൽ
മോഡിയുടെ ക്യാബിനറ്റിൽ കയറാമെന്നൊന്നും തരൂർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ തരൂരിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ 2029 ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നുള്ളൂ. അതിന് മുമ്പ് വരുന്ന 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ലക്ഷ്യം തരൂര് മനസ്സിൽ കരുതുന്നുണ്ടോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ വ്യത്യസ്തമായൊരു നിലപാടുമായി തരൂര് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയ ചലനങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.